ഞാനൊരു പുതിയ കാസ്റ്റ് അയണിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടായിരുന്നു. അതുപോലെ തന്നെ ആ കാസ്റ്റ് അയൺ ഞാൻ എങ്ങനെയാണ് പഴക്കിയെടുത്തതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇത്. ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ വൃത്തിയായിട്ട് ഒന്ന് തേച്ച് കഴുകുകയായിരുന്നു. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോണില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് റഫ് കട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഒന്ന് കരിയണത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴേ ഉള്ളൂ ആ പാനിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് പോയി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാന് കിട്ടും. ഇനി നമുക്ക് ഇതൊരു നോൺ സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ലേ നന്നായിട്ട് കരിഞ്ഞു. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സോപ്പിട്ട് നന്നായിട്ട് തേച്ച് പിന്നെയും കഴുകിയതിന് ശേഷം നമ്മൾ ഇതിന് പിന്നെയും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നമ്മൾ ആ പാന് ഫുള്ള് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സീസൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് റൊട്ടീനായിട്ട് യൂസ് ചെയ്യാം.